ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കമൻസൊക്കെ കണ്ടിട്ട് ഞാനിട്ട് ഓരോരുത്തർ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? കളിയാക്കി. സീലിങ്ങിന് ആലീസ് പറയുക, സീലിങ്ങിന് ഹൈറ്റ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പൊങ്ങിപ്പോയി. നമ്മൾ പണ്ട് ഉള്ളവരുടെ ഒരു പറച്ചിലാണല്ലേ പെണ്ണുങ്ങളോട്, ഇച്ചിരി സൗന്ദര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേനും അങ്ങ് പൊങ്ങുമെന്ന് പറയുന്ന പോലെ. കൊള്ളത്തില്ലെങ്കിലും കൊള്ളാം എന്നൊന്ന് പറയുന്ന ഉടനെ നമ്മളൊക്കെ തിരുന്ന് പൊങ്ങും. കൊള്ളായിരിക്കും ഇല്ലേ, അങ്ങനെ. അതുപോലെ ഇച്ചിരി ഞാനും പൊങ്ങി കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോകളൊക്കെ കാണും. പിന്നെ അകൽ കഴിഞ്ഞ ദിവസം ചോദിക്കുമോ, ചേച്ചിയെ അവൻ തന്നെ പറച്ചിൽ കേട്ടണേ എനിക്കങ്ങ് സങ്കടവും വന്നു. കാരണം നാട്ടിലൊക്കെ അഖിൽ പക്ഷേ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തിട്ടുള്ള കൊച്ചനാണ്. അല്ലാത്ത ചിലരുണ്ട് നാട്ടിൽ അമ്മമാരുടെയും പെങ്ങന്മാരുടെ അടുത്തൊക്കെ ലാളിച്ച് നിന്ന് വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ തന്നെ താമസിക്കുമ്പം തന്നെ കുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവൻ പക്ഷേ ചെയ്തവന് ശീലമുണ്ട്. എന്നാലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വീട്ടു ജോലിയും കൂടെ ചെയ്യുക എന്ന് പറയുമ്പം തന്നെ എനിക്കറിയത്തില്ല, റൂമിൽ തന്നെ ഉള്ള. ഞാൻ ചോദിക്കുകയും ചെയ്തതിന് റിപ്ലൈ തന്നില്ല. അതോ ഇനി തന്നിട്ട് ഞാൻ ഞാനൊന്നും അറിയത്തില്ല. തന്നെ ഉള്ളോ അതോ കൂട്ടുകാരൊക്കെ ഉണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല. ചേച്ചി ചേച്ചി പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കുന്നത്, ജോലിയും കഴിഞ്ഞ് വന്ന് ജോലികൾ പെട്ടെന്ന് തീരുന്നത്. അപ്പം ഞാൻ എന്നാ അറിയുന്നത് പോലൊക്കെ ഞാൻ പറഞ്ഞു. നമ്മളിപ്പം വീട്ടമ്മമാരൊക്കെയാണ് എളുപ്പം ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു നാളെ എന്താ ചെയ്യേണ്ടിയെന്നുള്ളതൊരു ധാരണ നമുക്ക് കാണുമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഒരുക്കി വെക്കുക. അങ്ങനെ നാളെ എന്തുവാ ചെയ്യുന്നതെന്നുള്ളതെല്ലാം ഒതുക്കി വെക്കുമ്പോഴേ നമുക്ക് പകുതി ആശ്വാസം കിട്ടും. പിന്നെ തേങ്ങയൊക്കെ തിരുമാനുണ്ടെങ്കിൽ തേങ്ങ തിരുമ്മി വയ്ക്കാം. അവിടെ അവൻ കാനഡയിലാണ്, അവിടേക്ക് ആകുമ്പോൾ ഈ ഫ്രോസൺ കിട്ടുമായിരിക്കുമല്ലേ തേങ്ങ. പിന്നെ വെജിറ്റബിൾ വല്ലതും തോരൻ വയ്ക്കാനുള്ളതുണ്ടെങ്കിൽ ഇപ്പോൾ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കാം. എല്ലാം ഒന്ന് ഒതുക്കി വേണമെങ്കിൽ രാവിലെ വെക്കണമെങ്കിൽ അടുക്കളയിലൊക്കെ കൊണ്ടുവന്നെടുത്ത് വയ്ക്കാം, പന്നലാകാത്ത വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ. അങ്ങനെ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മീനെങ്ങാണോ ഉണ്ടെങ്കിൽ അത് തലേന്നൊന്ന് വെട്ടി വയ്ക്കാം സമയം കിട്ടുമ്പം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് മീനൊക്കെ ആണെങ്കിൽ മീൻ എന്തുവാന്ന് വെച്ചാൽ വെട്ടി ഓരോ പാർട്ടാക്കി അങ്ങ് ഡബ്ബയിൽ എടുത്ത് വയ്ക്കണം, മസാല പുരട്ടി വയ്ക്കാം. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ എല്ലാം കഴിയുന്നത് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൂടെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് എനിക്കും പെട്ടെന്ന് ജോലി ചെയ്തങ്ങ് കയറിയാൽ മതി എന്നുള്ള ഇതായി എനിക്കും. നല്ല ചൂടാകും, ദേഹത്തോട് ഒഴുകുന്നത് നമുക്കറിയാം വെള്ളം. ഇനിയിപ്പോൾ ഇവിടെ മഴ വരാറായി. അപ്പം മെയ് അവസാനമായില്ലേ, ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ വരേണ്ടിയതാണ് മഴ. ജൂൺ പകുതി ജൂലൈയിലൊക്കെ ആകുമ്പോൾ നല്ല മഴയായിരിക്കും. ജൂലൈയിൽ ഭയങ്കര മഴ. പ്രൈസൻ്റെ ഡെലിവറി സമയത്ത് പ്രൈസൻ്റെ സിറ്റുവേഷൻ എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമല്ലേ. ഞങ്ങൾക്ക് കിട്ടാതിരുന്ന കുട്ടിയായി ഈ പ്രൈസൻ. 21 ദിവസം NICയിൽ കിടന്ന കുഞ്ഞാണ്. ആ സമയത്ത് കുഞ്ഞില്ലാതെ എൻ്റെ സിസേറിയൻ കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ റൂം. അപ്പോൾ ഇങ്ങനെ ജനലിൻ്റെ അവിടെ റോഡാണ്. അതുപോലുള്ള പെരുമഴ. വെള്ളം, ആൾക്കാരുടെ മുട്ടറ്റം വെള്ളം. എനിക്കെന്തോ ഇങ്ങനെ വെളിയിലോട്ട് നോക്കി ഇങ്ങനെ ചിന്തിച്ചിരിപ്പാ, കുഞ്ഞൊരിടത്ത് ഞാനൊരിടത്ത്. അത് കഴിഞ്ഞ് അതുപോലുള്ളൊരു മഴ ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ എപ്പോഴും അത് ഓർക്കും ഈ മഴ വരുന്ന സമയത്ത്. അല്ലേലും നമ്മൾ ഓർക്കും ആ സമയത്തുള്ള. അവൻ ചിലപ്പോൾ മസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും, പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞാടാ നീ. ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നലെ എല്ലാവരും ചോദിച്ചു പ്രൈസമ്മോൻ എന്തിയെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം ഇന്ന് ഇതൊക്കെയുള്ളു. ഓക്കെ, വീഡിയോ ഇഷ്ടമുള്ള വീഡിയോയും നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, ചായ. ഇപ്പം രാവിലെ ചായ അടപ്പത്ത് ഇഡലി ഉണ്ടാക്കി. ഇഡലി ഞാൻ പെട്ടെന്ന്
പട്ടറ് വന്നിട്ടിട്ട് എന്താ പറ്റുന്നോ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേ അപ്പോഴത്തേന് എൻ്റെ ചായ തിളച്ചു വന്നുകൊണ്ടിരുന്നു. അല്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് പണി കിട്ടിയാനായിരുന്നു. ഒരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കി. പിന്നെ അവർക്ക് കുടിക്കാനുള്ള ഇപ്രാവശ്യം വാങ്ങിച്ചത് ഹോർലക്സൊക്കെ ഉണ്ടാക്കി വെച്ച്. അത് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ബോൺവിറ്റ ആയിരുന്നല്ലേ, അത് മാറ്റിയിട്ട് ഹോർലക്സ് ആക്കി. അപ്പോൾ അവൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാ. ഇത് കുടിച്ചിട്ട് പോവാളെ, ഇത് കുടിച്ചിട്ട് പോവാൻ. അവനോട് അത് കുടിച്ചിട്ട് പോകാൻ പറയണേ. അവൻ പറഞ്ഞു വേണ്ട മമ്മി, ഇപ്പം കുടിച്ചിട്ട് പോയാൽ എനിക്ക് കളിക്കാൻ നേരം പ്രോബ്ലം വരും, അതുകൊണ്ട് ഞാൻ വന്നിട്ട് കുടിച്ചോളാന്ന്. അതാ ഞാൻ പറഞ്ഞു എടാ ഒന്ന് കുടിച്ചിട്ട് കുടിച്ചിട്ട് പോയാൽ അത്ര പേര് കിട്ടില്ല, രാവിലെ ഒന്നും കുടിക്കാതല്ലേ പോന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഇന്നലെ കഴിയ പാത്രങ്ങളൊക്കെ അതാ സ്ഥാനത്തെടുത്ത് വെച്ചിട്ട് ഇനി ഇന്നത്തെ ഇപ്പോൾ രാവിലെ കഴിഞ്ഞതെല്ലാം കൂടെ ഒന്ന് എടുത്ത് കഴുകിയിട്ട് ഇതിൻ്റെ അകത്ത് എടുത്ത് വെക്കണം. അപ്പം ബാക്കിയെല്ലാം അവിടെ ഒതുക്കാനുള്ളതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം അടുത്ത ഉച്ചക്കത്തൊക്കെ തുടങ്ങാൻ. കഞ്ഞിക്കൊക്കെ വെള്ളം വെക്കണം, അങ്ങനെയുള്ള പരിപാടികൾ. നേരത്തെ ചോറുണ്ടെങ്കിൽ സാവകാശം നമുക്ക് ചോറ് വെച്ചാൽ മതി. ഇച്ചിരി മോരിരിപ്പുണ്ട്, അതെടുത്ത് മാറ്റി എടുത്ത് വെക്കട്ടെ. ഇച്ചിരിയുള്ളൂ, ഇവിടുത്തെ കുക്കറൊന്നും കണ്ടോ, ഇവിടെ ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടുണ്ടോ ഇതാണ് യഥാർത്ഥ ഫേസ്. റീസൺ ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പം രജമ ഇവിടെ പോൾമോനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നല്ല ചൂട് രജമയും റൈസും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇന്നലെ രാത്രി വെള്ളത്തിൽ ഞാൻ കുതുക്കാനിട്ടായിരുന്നു. ഇത് നല്ല പ്രോട്ടീനുള്ള ഒരു സാധനം ഈ രജമ. അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പൂടി ഇട്ടതൊന്ന് കുക്കറിൽ ഇത്തിരി വേവ് 1-2 വിസിലടിക്കണം. എന്നാൽ കടലയുടെ അത്രയും വേവില്ല, ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ടേ. അപ്പം എനിക്ക് എൻ്റെ വീഡിയോയിൽ നിങ്ങളിടുന്ന കമൻസ് അത് ഒത്തിരി എനിക്ക് നല്ലൊരു പോസിറ്റീവ് തരുന്നതാണ് നിങ്ങളുടെ ഓരോ കമൻസും. കാരണം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും എൻ്റെ വീഡിയോ അല്പമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടല്ലേ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻസൊക്കെ ഇടുന്നത്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അന്ന് അച്ചാറിന് വാങ്ങിച്ച മീൻ്റെ ഞാൻ പറഞ്ഞില്ലേ അവർ വെട്ടിത്തന്നത് ഇങ്ങനെ മുള്ളും കുറച്ച് മാംസവും ഒക്കെ ഉണ്ടെന്ന്. അതിന്ന് ഇങ്ങനെ ഞാൻ പാർട്ടാക്കി എടുത്ത് വെച്ചേക്കുമായിരുന്നു. അതിന്ന് കറി വെക്കാമെന്ന് വെച്ച്. അപ്പോൾ നിങ്ങൾ ഇത് എന്നും അങ്ങ് മീനാണോ പിന്നെ എന്തോ ചെയ്യും. മീൻ ആകുമ്പോൾ നമുക്കൊരു കറിയാവും, പിന്നെ ഒരു മോരുകറി. എന്നും മീനുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എൻ്റെ പോൾമോനും മോരുകറി വേണം. പിന്നെ ഇന്നിപ്പോൾ ഇതുകൂടെ ആകുമ്പം കുഴപ്പമില്ലല്ലേ. ഈ മീനുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം അങ്ങ് ആയിക്കോളും. പിന്നെ ഒരു തോരനോട് വെച്ചാൽ മതി. ചാറൊഴിച്ചാൽ അതിൽ പിന്നെ പൊടിക്കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ചാറൊഴിച്ചൊക്കെ ഇത് കഴിക്കാൻ. അപ്പം ഞാനതൊന്ന് ഇച്ചിരി എന്നാലും നമുക്ക് ഈ പള്ളവശത്തൊക്കെ ഉള്ളതിൻ്റെ ഇത്തിരി കട്ടിത്തൊലിയുണ്ട്, അതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇച്ചിരി പുളിവെള്ളത്തിലാണ് ഇതിട്ടേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്തെ ആ ഉളുമ്പും എല്ലാം ഒന്ന് എന്നിട്ട് മൈദാപ്പൊടിക്കകത്ത് കഴുകിയാലും നല്ലതാണ്. മൈദാപ്പൊടിക്കകത്ത് ഇത് മീൻ പുരട്ടി വെച്ച് കുറച്ച് നേരം വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ ആ ഉളുമ്പ് സ്മെല്ലും എല്ലാം അങ്ങ് മാറും. അപ്പം ഞാനിവിടെ 2 ടൊമാറ്റോ 2 സവാള ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും. പക്ഷേ ആ ഇഞ്ചി മൊത്തവും രജമയ്ക്കല്ല, മീൻ കറിക്കകത്തൂടാ. അപ്പോൾ ആ വെളുത്തുള്ളിയും മൊത്തം അല്ല, ഉള്ളിയും ടൊമാറ്റോയും രജമയ്ക്ക് അത് മൊത്തം എടുക്കും. ബാക്കി കുറച്ചൊരു ഇഞ്ചിയും. കാരണം നമ്മൾ കടലക്കറി വെക്കുന്നതിൻ്റെ സെയിം പോലെ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഈ രജമക്കറിയും വെക്കുന്നത്. ചിലപ്പം ഞാൻ നാളെ ഇച്ചിരി തേങ്ങ അരച്ച് ചേർത്തായിരുന്നു. അപ്പം ഞാൻ ഈ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. 2 സവാളയും 2 ടൊമാറ്റോയും കുറച്ച് ഇഞ്ചി. ഇവിടെ രജമ മോളിന് പ്രൈസനും കുഴപ്പമില്ല, പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല. ഭയങ്കര ഇഷ്ടം, പക്ഷെ നല്ല പ്രോട്ടീനുള്ള സാധനമുണ്ട്. സെയിം ഞാൻ ചിലപ്പം തേങ്ങ അരച്ച് വെക്കും, മസാലയൊക്കെ ചേർത്തിട്ടേ ഇത്തിരി തേങ്ങയോടെ അരച്ച് ചേർക്കും. അത് കൂടുതൽ ഇഷ്ടമല്ല. കടലക്കറി വെക്കത്തില്ലേ നമ്മൾ, അതുപോലെ വെക്കുന്നതാണ് ഇഷ്ടം. സെയിം ഇറച്ചിക്കറി തേങ്ങാക്കൊത്ത് ഞാൻ ചേർക്കാറുണ്ട്. ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, സവാള ഇതൊന്ന് വഴറ്റട്ടെ. ഇപ്പം ഞാൻ ഇടുന്നില്ല, കാരണം രാജമയ്ക്കകത്തിട്ട് മൂപ്പിച്ചതല്ലേ. രാജമയ്ക്കകത്ത് ഇട്ടതല്ലേ, അതുകൊണ്ട് ഇനിയും അറിയാതെ വീണ്ടും ഇട്ടാൽ മറന്നു പോയാലോ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അവിടെ കിടക്കട്ടെ.
ഇപ്പം ഞാനിപ്പോൾ ഇന്ന് മീൻകറി വെക്കുന്നുണ്ടല്ലോ, അപ്പം ഈ ആദ്യമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ജോലി ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങളെന്തോ ചെയ്യുന്നോ, തലേന്ന് സമയം കിട്ടുവാണെങ്കിൽ മീനെല്ലാം അങ്ങ് കയ്യിലുണ്ടെങ്കിൽ എല്ലാം ക്ലീനാക്കി വെച്ചേക്കണം. എന്നിട്ടിപ്പോൾ മീൻകറിക്കുള്ളത് വേണമെങ്കിൽ ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. മീൻകറിക്കെന്നല്ല, ഒരാഴ്ചത്തേക്കിനൊക്കെ നമ്മൾ ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തും ഒക്കെ. സവാള ഞാൻ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ വെക്കാറില്ല. ചിലപ്പം ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ സ്മെല്ല് വരുമെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ഇനി എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലികൾ തീരും. അപ്പോൾ ഈ ഒരാഴ്ചത്തേക്കിനുള്ളതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നല്ലതാണ്. എന്തോ അതിൽ നമുക്കൊരു സൺഡേ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ലീവ് കിട്ടുമല്ലേ. പാല പിഴിഞ്ഞെടുക്കാം. ആ സമയത്ത് നമുക്ക് എന്തോ ഇറിറ്റേഷനാണ്. ആരോട് മിണ്ടാനും ഒക്കത്തില്ല, പറയാനും ഒക്കത്തില്ല. കൈയൊക്കെ കണ്ടോ കഴുകിയതുപോലായി. ഇതിലേക്ക് ഞാനൊരു ഇച്ചിരിയും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നീട് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്തു. പിന്നെ ഒരു 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് മൂപ്പിക്കണേ. എല്ലാവർക്കും രജമയൊക്കെ വയ്ക്കാൻ അറിയാം, പിന്നെ ഞാൻ ചെയ്യുന്ന രീതി അങ്ങ് പറഞ്ഞതാ കേട്ടോ. ഞാൻ കുക്കറിൽ 2 വിസിലടിച്ചിട്ട് ആ രജമയ്ക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങെടുത്തേ. എന്നിട്ട് ആ വെള്ളമാണ് ഞാനിപ്പോൾ ഈ മസാലയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പം ഈ ചീനച്ചട്ടിക്കകത്ത് എനിക്ക് രജമ ഇങ്ങോട്ട് ഇട്ടാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് വേറൊരു പാത്രത്തിൽ ഞാൻ രജമ ഇട്ട് മാറ്റിയായിരുന്നു. അതിലേക്ക് ഞാൻ ഇപ്പം നമ്മൾ എടുത്ത മസാല ഉണ്ടല്ലേ അതിട്ടിട്ട് തിളപ്പിക്കാമെന്ന് വെച്ച്. എന്നിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കൊച്ചവൻ പുൾമോനൊക്കെ ടേബിൾ ടെന്നീസ് വന്നതുകൊണ്ട് ടൈം പാസ്സാണ്. അപ്പം എനിക്ക് ജനലേ നിന്ന് വിളിക്കുക. അതുപോലുള്ളൊരു ഗ്യാരേജിലാണ് അത് ഇട്ടേക്കുന്നത്. ഇന്നലെ രാത്രിയിലും പോയി കളിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം നമുക്കിവിടെ ഇന്ന് വിളിക്കാം. 11 മണിക്കൊക്കെ ഇവർ താഴെ കളിക്കുമായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നാട്ടിലൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് ദൈവമേ 7:30-8 മണിയാകുമ്പോഴേ നമ്മൾ കയറി കിടക്കും. എന്നാൽ കൂടിപ്പോയ ഒരു 9 മണി. ഇവിടെ ആണെങ്കിൽ ആ സമയത്തൊക്കെ ആയിരിക്കും ഇവർ ട്യൂഷൻ കഴിഞ്ഞൊക്കെ വരുന്നത്. അപ്പോൾ രജമ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പൂടെ ചേർത്തിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ്റെ അരപ്പൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള ഈ മുള്ളും തലയൊക്കെ വെക്കുന്ന സമയത്ത് ഇച്ചിരി കപ്പ, അന്ന് ഞാൻ കപ്പ വേവിച്ച ഉടനെ എൻ്റെ ചേച്ചി പറയടി തലക്കറി വെക്കുമ്പം കപ്പ വേവിയിരുന്ന്. ഞാൻ അങ്ങനെ പിന്നെ ഞാൻ ചിന്തിച്ച് ഇവർക്കാർക്കും ആ തലയ്ക്കകത്തുനിന്ന് എടുത്ത് കഴിക്കത്തില്ല. തല പീസ് കൊടുക്കുന്നതും ശരിയല്ലല്ലോ ആണുങ്ങൾക്ക്. അപ്പം ആണുങ്ങൾക്കെന്ന് പറയാൻ ഡാഡിയെ കഴിക്കത്തുള്ളൂ. അല്ലെങ്കിലും ഡാഡിക്ക് പീസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഡാഡിക്ക് കപ്പയൊക്കെ ഇച്ചിരി മോര് കൂട്ടിയാണെങ്കിലും കഴിക്കും. മീൻചാർ ചില സമയത്തൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അവരെ പ്രതിയാണ് ഞാൻ പിന്നെ അന്ന് ഏത് മീനാ കുട്ടൻ്റെ കൂട്ടിരിക്കുന്നത് പറഞ്ഞില്ലേ, ചില സ്ഥലങ്ങളിൽ കട്ട്ല എന്ന് പറയും ആ മീൻ എടുത്തത്. അപ്പം ഞാൻ പീസുകളെല്ലാം പറക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടെന്ന് പറയാൻ ചില സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാ വീഡിയോയ്ക്കും കമൻസ് ഇട്ട് നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യും. ചിലരുണ്ട് എന്തെങ്കിലും ആവശ്യം, എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടുകയാണെങ്കിൽ അതിൽ വന്ന് കമൻസ് ഇടും. അങ്ങനെ പലരും പല ടൈപ്പുകാരാണ്. അപ്പോൾ ചിലർ പറയും വിജി വീഡിയോ കാണാറുണ്ട്, കമൻസ് ഇടാറില്ല, ചിലർക്ക് മടിയാണ്. പക്ഷേ നിങ്ങളത് കമൻസ് എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് പോയേ. അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണുമ്പോഴും ഇതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അവർ റെസ്പോണ്ട് ചെയ്തല്ലോ എന്നൊക്കെ നമുക്കൊന്ന് തോന്നത്തില്ലേ. അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടും. അതുകൊണ്ട് കമൻസ് ഇടാത്തവരൊക്കെ ഒന്ന് കമൻസ് ഇട്ട് ഒന്ന് സപ്പോർട്ട് തരണേ, ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കണേ. എന്നും കമൻസ് ഇടുന്നവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ പറയുമല്ലോ അയ്യോ ഞങ്ങൾ എന്നും കമൻസ് ഇട്ടിട്ട് വിജി ഞങ്ങൾക്ക് വാല്യൂ തന്നില്ലല്ലോ എന്നില്ല. നിങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള ജയം. നിങ്ങളുടെ ഈ ഓരോ കമൻസും ചിലർ എന്ത് ലൈനിലാണ് എഴുതുന്നതെന്നറിയാം. എല്ലാവർക്കും സമയപരിധിയുണ്ട്, എല്ലാവരും ബിസി ആൾക്കാരാണ്, വെറുതെ ഇരിക്കുന്ന ആരുമില്ല. അപ്പം അത്രയും സമയം എടുത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ട് ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല.
നിങ്ങളാണ് ഓരോ യൂട്യൂബേഴ്സിൻ്റെയും വിജയം. സബ്സ്ക്രൈബേഴ്സായ നിങ്ങളാണ് ഓരോ യൂട്യൂബേഴ്സിൻ്റെയും വിജയം. ഞങ്ങൾ വീഡിയോ ഇടുന്ന ചിലപ്പം നല്ല നല്ല വീഡിയോ ഇടുന്നവർക്ക് പോലും വ്യൂസ് കുറയും. കാരണം സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്ര നല്ല വീഡിയോ ആണെങ്കിലും പന്ന വീഡിയോ ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഇല്ലെങ്കിൽ അവർ കണ്ടില്ല എങ്കിൽ വീഡിയോ ഒരിക്കലും മുന്നോട്ട് പോകാനൊക്കത്തില്ല. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻകറി റെഡിയായി, രജമക്കറി, പിന്നെ കാബേജ് തോരനുണ്ട്, പിന്നെ അവന് വേണ്ടി ഇച്ചിരി മോരുകറിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.